സാൻഡോ കത്തോലിക്ക ആപ്പ്. നിരന്തര പ്രാർത്ഥനകളും ജപമാലകളും ലൈവ് ശുശ്രൂഷകളും നാം വിസ്മരിച്ചു പോയ പ്രാർത്ഥനകളുമെല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ. സാൻഡോ ആപ്പിൻ്റെ പ്രീമിയം വേർഷൻ സ്വന്തമാക്കുവാൻ നിങ്ങളോട് ഞാനും അഭ്യർത്ഥിക്കുന്നു. അതൊരു കൈത്താങ്ങു കൂടിയാണ്. ഈ ആപ്ലിക്കേഷൻ ലോകോത്തരമാക്കാൻ, ലോക സുവിശേഷവൽക്കരണത്തിൻ്റെ ഭാഗമാക്കുവാൻ എൻ്റെയും നിങ്ങളുടെയും കൈത്താങ്ങ്. ഒപ്പം ഈ നാളുകളിൽ സാൻഡോ കിഡ്സും നമ്മിലേക്ക് വരികയാണ്. ഉന്നതമായ നിലവാരമുള്ള കാർട്ടൂണുകളും വെർച്വൽ റിയാലിറ്റിയിലൂടെ കുഞ്ഞുങ്ങളെ തേടിയുള്ള ആധ്യാത്മിക ശ്രമങ്ങളും. ദൈവം ഈ ശുശ്രൂഷ വേദിയെ ഉയർത്തട്ടെ. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവിനി എന്തിനു നാദാ? അവദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അതരങ്ങളെന്തിനു നാദാ? ഈ ജീവിതമെന്തിനു നാദാ? തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവിനി എന്തിനു നാദാ? അവദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അതരങ്ങളെന്തിനു നാദാ? ഈ ജീവിതമെന്തിനു നാദാ? പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ ആത്മാവോടും കൂടെ. കർത്താവിന്റെ ബലി നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നത് തോംസൺ എന്ന കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞ് നന്നായിട്ട് പഠിക്കുവാനായിട്ടുള്ള കൃപ കൊടുക്കുവാനായിട്ടാണ് നമ്മൾ ആ കുഞ്ഞിനെ സമർപ്പിക്കുന്നത്. അതുപോലെ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന 3 മക്കളെ, സിസ്ലി ആൻ്റണി, അഖിൽ ആൻ്റണി, ജെയിൻ ആൻ്റണി എന്നീ മക്കൾ ജന്മദിനം ആഘോഷിക്കുകയാണ്. ഈ മക്കളുടെ മേൽ കർത്താവിൻ്റെ കരുണയും കർത്താവിൻ്റെ കൃപാവരങ്ങൾ ചൊരിയപ്പെടാനായിട്ടും അതുപോലെ തന്നെ ഇതുവരെ ഇത്രയും നാൾ കർത്താവ് അനുഗ്രഹിച്ചതിനോർത്ത് നന്ദി പറയാനായിട്ടും പ്രത്യേകമായിട്ട് നമുക്ക് ഈ ബലി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സിസിലി, അഖിൽ, ജെയിൻ എന്നീ മക്കളുടെ ജന്മദിനത്തിൽ അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ദാനങ്ങളും ഫലങ്ങളും ഒക്കെ ഈശ്വരനാരായണ ചൊരിയപ്പെടാനായിട്ട് നമുക്ക് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ ഇന്ന് വിശുദ്ധ പോൾ മിക്കി ആൻഡ് കമ്പാനിയൻസിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈശോയുടെ സുവിശേഷത്തെ പ്രതിയും ഈശോയുടെ പീഡാസഹനത്തെ പ്രതിയും സഹനങ്ങൾ ഏറ്റെടുത്ത വലിയ വിശുദ്ധരാണ് വിശുദ്ധ ഈ പോൾ മിക്കി ആൻഡ് കമ്പാനിയൻസ്. അവരുടെ ജീവിതങ്ങളിൽ ഏറ്റെടുത്ത സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവരെപ്പോലെ ഏറ്റെടുക്കാനുള്ള കൃപയും അനുഗ്രഹവും തരണമെന്ന് നമുക്ക് ഒരുമിച്ച് ഈശോയുടെ ബലിയർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയുടെ ബലിയർപ്പിക്കാൻ തടസ്സമായിട്ട് നിൽക്കുന്ന പാപങ്ങളെക്കുറിച്ച് ഓർത്ത് നമുക്ക് അനുദപിക്കാം. വന്നുപോയ വീഴ്ചകളെല്ലാം ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുമിച്ച് ഏറ്റുചൊല്ലാം. സർവശുദ്ധനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. പരിശുദ്ധമറിയത്തോടും എല്ലാ മാലാഖമാരോടും മിസ്സരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശുദ്ധനായ ദൈവം കരിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മളെ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം.
എല്ലാ വിശുദ്ധരുടെയും സത്യകേന്ദ്രമായ ദൈവം രക്തസാക്ഷികളെ വിശുദ്ധ പോൾമിക്കുകയും സഹോദരന്മാരെയും കുരിശിലൂടെ ജീവനിലേക്ക് വിളിക്കാനും തിരുവള്ളമായല്ലോ. അങ്ങനെ അവരുടെ മാധ്യസ്ഥ്യം വഴി ഞങ്ങൾ പ്രഖ്യാപിക്കുന്ന വിശ്വാസം മരണം വരെ ധീരമായി മുറുകെ പിടിക്കാൻ അനുഗ്രഹം വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചുവാനുള്ള കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടില്ലേണമേ. ആമേൻ. ഒന്നാം വായന. സിയോൻ മലയിലേക്കും ജീവിക്കുന്ന ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ ജെറുസലേമിലേക്കും അസംഖ്യം ദൂതന്മാരുടെ സമൂഹത്തിലേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സഹോദരരെ, സ്പർശിക്കാവുന്ന വസ്തുവിനെയോ എരിയുന്ന അഗ്നിയെയോ അന്ധകാരത്തെയോ കാർമേഘത്തെയോ ചുഴലിക്കാറ്റിനെയോ കാഹളധ്വനിയെയോ ഇനി അരുതേ എന്ന് കേട്ടവരെ കൊണ്ട് പറയിക്കുന്ന വാക്കുകളുടെ മുഴക്കത്തെയോ അല്ല നിങ്ങൾ സമീപിക്കുന്നത്. ഞാൻ ഭയം കൊണ്ട് വിറയ്ക്കുന്നു എന്ന് മോശ പറയത്തക്ക വിധം അത്ര ഭയങ്കരമായിരുന്നു ആ കാഴ്ച. സിയോൻ മലയിലേക്കും ജീവിക്കുന്ന ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ ജെറുസലേമിലേക്കും അസംഖ്യം ദൂതന്മാരുടെ സമൂഹത്തിലേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദ്യജാതരുടെ സമൂഹത്തിലേക്കും സഭയിലേക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപന്റെ മുൻപിലേക്കും പരിപൂർണരാക്കപ്പെട്ട നീതിമാന്മാരുടെ ആത്മാക്കളുടെ അടുത്തേക്കും പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശുവിന്റെ സവിധത്തിലേക്കും ആബേലിന്റെ രക്തത്തേക്കാൾ ശ്രേഷ്ഠമായവ വാഗ്ദാനം ചെയ്യുന്ന തളിക്കപ്പെട്ട രക്തത്തിലേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. കർത്താവിന്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. ദൈവമേ, അങ്ങേ ആലയത്തിൽ ഞങ്ങൾ അങ്ങേ കാരുണ്യത്തെ ധ്യാനിച്ചു. ദൈവമേ, ദൈവമേ, അങ്ങേ ആലയത്തിൽ ഞങ്ങൾ അങ്ങേ കാരുണ്യത്തെ ധ്യാനിച്ചു. കർത്താവ് ഉന്നതനാണ്. നമ്മുടെ ദൈവത്തിന്റെ നഗരത്തിൽ അത്യന്തം സ്തുത്യർഹനുമാണ്. ഉയർന്ന മനോഹരമായ അവിടുത്തെ വിശുദ്ധഗിരി ഭൂമി മുഴുവന്റെയും സന്തോഷമാണ്. ദൈവമേ, അങ്ങേ ആലയത്തിൽ ഞങ്ങൾ അങ്ങേ കാരുണ്യത്തെ ധ്യാനിച്ചു. അങ്ങ് വടക്കുള്ള സിയോൻ പർവ്വതം ഉന്നതനായ രാജാവിന്റെ നഗരമാണ്. അതിന്റെ കോട്ടകൾക്കുള്ളിൽ ദൈവം സുനിശ്ചിതമായ അഭയകേന്ദ്രമായി വെളിപ്പെട്ടിരിക്കുന്നു. ദൈവമേ, അങ്ങേ ആലയത്തിൽ ഞങ്ങൾ അങ്ങേ കാരുണ്യത്തെ ധ്യാനിച്ചു. നാം കേട്ടതുപോലെ തന്നെ സൈന്യങ്ങളുടെ കർത്താവിന്റെ നഗരത്തിൽ നാം കണ്ടു. ദൈവം എന്നേക്കുമായി സ്ഥാപിച്ചിരിക്കുന്ന അവിടത്തെ നഗരത്തിൽ തന്നെ. ദൈവമേ, അങ്ങേ ആലയത്തിൽ ഞങ്ങൾ അങ്ങേ കാരുണ്യത്തെ ധ്യാനിച്ചു. ദൈവമേ, അങ്ങേ ആലയത്തിൽ ഞങ്ങൾ അങ്ങേ കാരുണ്യത്തെ ധ്യാനിച്ചു. ദൈവമേ, അങ്ങേ നാമമെന്ന പോലെ തന്നെ അങ്ങേ സ്തുതികളും ഭൂമിയുടെ അതിർത്തികളോളം എത്തുന്നു. ദൈവമേ, അങ്ങേ ആലയത്തിൽ ഞങ്ങൾ അങ്ങേ കാരുണ്യത്തെ ധ്യാനിച്ചു. അല്ലെലൂയ, അല്ലെലൂയ. ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. എന്തെന്നാൽ എന്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. അല്ലെലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അല്ലാതെ യേശു 12 പേരെ അടുത്ത് വിളിച്ച് 2 പേരെ വീതം അയക്കാൻ തുടങ്ങി. വിശുദ്ധാത്മാക്കളുടെ മേലെ അവർക്ക് അധികാരവും കൊടുത്തു. അവൻ കൽപ്പിച്ചു, യാത്രയ്ക്ക് വടിക്കിലല്ലാതെ മറ്റൊന്നും അപ്പമോ സഞ്ചിയോ അരപ്പട്ടയിൽ പണമോ കരുതരുത്. ചെരുപ്പ് ധരിക്കാം, 2 ഉടുപ്പുകൾ ധരിക്കരുത്. അവൻ തുടർന്ന്, നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ അവിടെ വിട്ടുപോകുന്നതുവരെ ആ വീട്ടിൽ താമസിക്കുവാൻ. എവിടെയെങ്കിലും ജനങ്ങൾ നിങ്ങളെ സ്വീകരിക്കാതിരിക്കുകയോ നിങ്ങളെ വാക്കുകൾ ശ്രവിക്കാതിരിക്കുകയോ ചെയ്താൽ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ അവർക്ക് സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ. ശിഷ്യന്മാർ പുറപ്പെട്ട് ജനങ്ങളോട് അനുദപിക്കണമെന്ന് പ്രസംഗിച്ചു. അനേകം പിശാചുക്കളെ പുറത്താക്കി അനേകം രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തി. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളുടെ കറ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. ആത്മദാനമായി നൽകാൻ അപ്പവും വീഞ്ഞും ആശീർവദിച്ചൊരാ
സഹോദരങ്ങളെ, നിങ്ങളെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മേന്മയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ നന്മയ്ക്കുമായ അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവ് രക്തസാക്ഷികളെ വാക്കാൽ മാത്രം ഉത്തേജിപ്പിക്കുന്നതിൽ തൃപ്തനാകാതെ മാതൃകയാൽ അവരെ സ്വീകരിച്ചല്ലോ. അങ്ങനെ രക്തസാക്ഷികളെ വിശുദ്ധ പോൾമിക്കുകയും സഹോദരന്മാരെയും പീഡാസനം ആദരിച്ചുകൊണ്ട് ഈ ബലി വഴി ഏകജാതന്റെ മരണം ഞങ്ങൾ സമുചിതം പ്രഘോഷിക്കാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. നിങ്ങളോട് കൂടെ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവേ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവ്വസ്വനത്തിനുമായ ദൈവം എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾക്ക് കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരമാണല്ലോ. അങ്ങേ നാമത്തിൽ സാക്ഷ്യം വഹിക്കാൻ ക്രിസ്തുവിനെ അനുകരിച്ച് രക്തസാക്ഷി വിശുദ്ധ പോൾമിക്കയും സഹോദരന്മാരും ചിന്തിയ രക്തം അങ്ങേ അത്ഭുത കൃത്യങ്ങളെ പ്രകടമാക്കുന്നത് വഴി ഞങ്ങൾ കർത്താവായ ക്രിസ്തുവിലൂടെ ബലഹീനതയിൽ അങ്ങ് ശക്തി പ്രകടമാക്കുകയും ദുർബലരായ മനുഷ്യരെ സാക്ഷ്യത്തിനായി ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ആകയാൽ സ്വർഗീയശാസ്ത്രീയന്മാരുടെ കൂടെ നിരന്തരം ഭൂമിയിൽ അങ്ങേ പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ വൈഭവം അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിന്റെ നാമത്തിൽ വരുന്ന അനുഗ്രഹീതൻ ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവ്വവിശുദ്ധിയുടെ ഉറവിടമായ കൃത്യമായി പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞകണം പോലെ കാണിക്കകൾ പവിത്രമാക്കണം. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നെറ്റി കൊടുക്കപ്പെട്ട സമരസാല പീഡകൾ സഹിച്ച് അപ്പം എറിഞ്ഞത് പ്രകാശിപ്പിച്ച് മുറിച്ച് തന്നെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അളിച്ചത് എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും. എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് വനപാത്രം എടുത്ത് വീണ്ടും അങ്ങേ കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അളിച്ചത് എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി പാപമോചനത്തിന് ചിന്തപ്പെടാനിരിക്കുന്ന രക്തത്തിന് നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ വനപാത്രമാകുന്നു. ഇത് നിങ്ങളുടെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് അങ്ങ് മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങ് ഉറപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഒരു നിശ്ചയിച്ചേക്ക് നന്ദി പറയാൻ നമുക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെല്ലാം ഓർക്കാം. സമാധാനങ്ങൾ ഓർക്കാം, സന്തോഷങ്ങൾ ഓർക്കാം. അതോടൊപ്പം തന്നെ ദൈവം നൽകിയ ഈ ശക്തമായ ദിവസത്തെ ഓർത്തുകൊണ്ട് നന്ദി അർപ്പിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു വീട് നൽകി, നല്ല മക്കളെ നൽകി, നല്ല ബന്ധുക്കളെ മിത്രങ്ങളെ നൽകി, ജീവിത പങ്കാളി നൽകി, മാതാപിതാക്കളെ നൽകി, വിശക്കുമ്പോഴും ദാഹിക്കുമ്പോഴും ഭക്ഷണം തരുന്നു. അതിനെല്ലാത്തിനും ഈശോയ്ക്ക് നന്ദി പറയുക. അതോടൊപ്പം തന്നെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് പ്രത്യേകമായിട്ട് തോമസ് എന്ന കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജന്മദിനം ആഘോഷിക്കുന്ന സിസിലി ആൻ്റണിയെയും അഖില ആൻ്റണിയെയും ജെയിൻ ആൻ്റണിയെയും പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. അവരുടെ നിയമങ്ങളെല്ലാം ആസ്വദിക്കപ്പെടാൻ അനുഗ്രഹിക്കപ്പെടാൻ നമുക്ക് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതുപോലെ സാന്തോ മിഷൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് കുർബാന നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ജോഫിനെയും എബിനെയും ജിസുനെയും ഗ്ലെന്നെയും ക്രിസ്റ്റിയെയും പ്രത്യേകമായിട്ട് സമർപ്പിക്കുക. അവരുടെ നിയോഗങ്ങളെല്ലാം ആശ്രദിക്കപ്പെടാനായിട്ട് യാചിക്കാം ഈശോയോട്. ആകെ കർത്താവിനടുത്ത് മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമ്പി നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പോരക്ഷയുടെ മാനപാത്രം ഞങ്ങൾ അങ്ങേ കർപ്പിക്കുന്ന ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും അങ്ങ് ചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ നയിച്ചെടുക്കണമേ. താഴ്മയോടുള്ള അപേക്ഷിക്കുന്ന താവേ ലോകം വ്യാപിച്ചു കിടക്കുന്ന സഭയെ ഓർക്കണം. ഞങ്ങളെ ഫ്രാൻസിസ് പാപ്പായോട് ഞങ്ങൾ രൂപത അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ജെയിംസ് സുധാവിനോടും വൈദികണത്തോടും ഒത്ത സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയുടെ തിരകൊള്ളുന്ന ചില സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണം. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവ് ഒരു സ്നേഹികാമൃതവും ആ കനിയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട പിതാവിനോടും അനുഗ്രഹീതരായ പുസ്തകമാരുടെ കാലാകാലം സാധിച്ച സ്ഥലവിസ്തരോടുമൊത്ത് ജയിൽ പങ്കുചേരാൻ അർഹരാക്കി പുത്രനായ യേശുക്രിസ്തു ഞങ്ങൾ അങ്ങ് സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവപിതാവായ പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ബുദ്ധരായും സർവോത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റിയാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിലും മോചനത്തിനും സമാധാനം കനിവാർന്ന് നൽകണം. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തെ പ്രാപിച്ച് എപ്പോഴും പാപത്തിൽ മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നൊരു സമാധാനം നിൽക്കാൻ തരുന്ന പൂസ്ഥലം അലിശിത കർത്താവായ യേശുക്രിസ്തു ഞങ്ങളുടെ പാപങ്ങളല്ല സഭയുടെ വിശ്വാസികൾ പ്രാർത്ഥന തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനമായി
പ്രമാണിക്ക് നൽകാൻ കഴിയണമേ. ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടില്ലേണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പര സമാധാനം ആശംസിക്കുവിൻ. ക്രിസ്തുവിൻ്റെ സമാധാനം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ മിശ്രണം സ്വീകരിക്കും. നമുക്ക് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കി ദിവ്യകുഞ്ഞാട് വിരുദ്ധന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ ശരീരവും തിരുരത്വവും എന്നെ ജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. കർത്താവ് ചെയ്ത് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവൻ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ ഏറ്റുപറയും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ ആനന്ദത്തെ പരിപൂർണ അങ്ങയോട് ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. വിശ്വനായ പോൾ മിക്കയുടെയും സഹോദരന്മാരുടെയും മാതൃകയാൽ അങ്ങേ പുത്രൻ്റെ സ്നേഹത്തിൻ്റെ വിലാസനത്തിൻ്റെ അടയാളം ഞങ്ങളുടെ മാനസങ്ങളിൽ ഞങ്ങൾ വഹിക്കുകയും ശാശ്വത ശാന്തിയുടെ ഫലം എന്നും അനുഭവിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടില്ലേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, ആത്മാവോടും കൂടെ. പരിശുദ്ധനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവേൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, ഞങ്ങളെ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, ദിവ്യകാരുണ്യനാഥേ പരിശുദ്ധ മറിയമേ, ഔസേ പിതാവേ, സെബസ്ത്യാനോസേ, വിശുദ്ധ ത്രേസ്യായേ, സകല വിശുദ്ധരെ, സകല മലാഖമാരെ, സ്നേഹനാഥേ, ആശ്രയം നീയേ. അമ്മേ സ്നേഹനാഥേ, ആശ്രയം നീയേ. ചൊരിയൂ സ്നേഹദാനം, പകരൂ സ്വർഗദാനം. കരയുന്നു സുതരിവരെ, കൈകളിൽ അമ്മേ സ്നേഹനാഥേ, ആശ്രയം നീയേ. അമ്മേശുവിനമ്മേ, അമ്മേശുവിനമ്മേ, അഭയം നൽകി കാക്കണമേ നീന്നും. അമ്മേശുവിനമ്മേ, അമ്മേശുവിനമ്മേ, അഭയം നൽകി കാക്കണമേ എന്നും.
സാൻഡോ കത്തോലിക്ക ആപ്പ്. നിരന്തര പ്രാർത്ഥനകളും ജപമാലകളും ലൈവ് ശുശ്രൂഷകളും നാം വിസ്മരിച്ചു പോയ പ്രാർത്ഥനകളുമെല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ. സാൻഡോ ആപ്പിൻ്റെ പ്രീമിയം വേർഷൻ സ്വന്തമാക്കുവാൻ നിങ്ങളോട് ഞാനും അഭ്യർത്ഥിക്കുന്നു. അതൊരു കൈത്താങ്ങു കൂടിയാണ്. ഈ ആപ്ലിക്കേഷൻ ലോകോത്തരമാക്കാൻ, ലോക സുവിശേഷവൽക്കരണത്തിൻ്റെ ഭാഗമാക്കുവാൻ എൻ്റെയും നിങ്ങളുടെയും കൈത്താങ്ങ്. ഒപ്പം ഈ നാളുകളിൽ സാൻഡോ കിഡ്സും നമ്മിലേക്ക് വരികയാണ്. ഉന്നതമായ നിലവാരമുള്ള കാർട്ടൂണുകളും വെർച്വൽ റിയാലിറ്റിയിലൂടെ കുഞ്ഞുങ്ങളെ തേടിയുള്ള ആധ്യാത്മിക ശ്രമങ്ങളും. ദൈവം ഈ ശുശ്രൂഷ വേദിയെ ഉയർത്തട്ടെ.